ഗൾഫിലും നാട്ടിലൊക്കെ നിങ്ങൾ വെള്ളിയാഴ്ച ഈദ് ആഘോഷിച്ചപ്പോൾ ഇവിടെ ജപ്പാനിൽ ശനിയാഴ്ചയായിരുന്നു ചെറിയ പെരുന്നാൾ. വെള്ളിയാഴ്ച രാത്രി മുഴുവനും നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്തിട്ട് ശനിയാഴ്ച രാവിലെ ചെറിയ പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഉറക്കം ഏകദേശം ഇന്നത്തെ തീരുമാനമായി. അങ്ങനെ പെട്ടെന്നൊരു ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ചായയും കുടിച്ചു. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ നല്ലൊരു സ്പ്രേയോ അടിച്ചിട്ട് നേരെ പള്ളിയിലേക്ക് പോവുകയാണ്. എൻ്റെ റൂമിൽ നിന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ ഒരു ഇന്തോനേഷ്യൻ മസ്ജിദും കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ ഒരു പാകിസ്ഥാനി മസ്ജിദും കിട്ടും. അപ്പോൾ നമ്മൾ കുറച്ച് വലിയ പള്ളിയായ പാകിസ്ഥാനി മസ്ജിദിലേക്ക് തന്നെയാണ് വന്നത്. ഇവിടെ വന്നപ്പോൾ നിറച്ചു ആളാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ലീവ് എടുത്തിട്ടും എല്ലാതെയും ആൾക്കാർ വരുന്നുണ്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അകത്തേക്ക് കയറി നോക്കിയപ്പോൾ ഇവിടെ നിറച്ചു ആളാണ്. നമുക്ക് ഇരിക്കാൻ സ്ഥലമില്ല. അങ്ങനെ കുറച്ച് പേര് മേലെ ഇരുന്നു, നമ്മൾ താഴെ മേലായിട്ട് ഇരുന്നു. അങ്ങനെ ഇവിടെ ഹുത്തുബയൊക്കെ തുടങ്ങി, നിസ്കാരവും തുടങ്ങി. നിസ്കാരമൊക്കെ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ നിറച്ചു ആളായിരുന്നു പള്ളിയിൽ. അങ്ങനെ ഇതാ നമ്മൾ നല്ല രീതിയിൽ നിസ്കരിച്ചു. നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഈ ഒരു കാഴ്ചയാണ് നമുക്ക് മനസ്സിന് ഒരുപാട് സന്തോഷം തരുന്നത്. ഏത് നാട്ടുകാരാകട്ടെ, എവിടുന്ന് വരുന്ന ആൾക്കാരാകട്ടെ, ഏത് തരത്തിലുള്ള ആൾക്കാരാകട്ടെ, ഇതുപോലെ നിസ്കാരത്തിന് ശേഷമുള്ള സന്തോഷത്തോടുകൂടിയുള്ള കെട്ടിപ്പിടുത്തവും ഒത്തൊരുമയും സലാം പറയലും എല്ലാം ഈ ഒരു കാഴ്ച നമ്മളെ ഒരുപാട് സന്തോഷിപ്പിക്കും. എനിക്ക് ഏതൊരു പള്ളിയിൽ പോയി കഴിഞ്ഞാലും ഈ ഒരു കാഴ്ച കാണാൻ പറ്റാറുണ്ട്. നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ സേമിയ പായസം കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ റൂമിലേക്ക് എത്തിയിട്ട് ഇവിടുന്നും ഒരു പായസം കുടിച്ചു, ബിരിയാണി കഴിച്ചു, ബീഫ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു എൻ്റെ പെരുന്നാൾ.